ഇസ്രായേലിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ്. എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസ് മുതൽ നൈൽ നദി വരെ വിസ്തൃതിയുള്ള ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കുക എന്നുള്ളത് ഈ സയണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷണൽ ഒബ്ജക്റ്റീവാണ്. അത് പല സന്ദർഭങ്ങളിലായിട്ട്, ഇപ്പോൾ അത് വളരെ എക്സ്പ്ലിസിറ്റായിട്ട് അവർ പറയാറില്ലെങ്കിലും പല സന്ദർഭങ്ങളായിട്ട് അത് പുറത്തേക്ക് വരാറുണ്ട്. ഈവൻ നെതന്യാഹു ഈയിടെ അതേക്കുറിച്ച് ചോദിച്ചപ്പം ദാറ്റ്സ് ഫൈൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന്. അപ്പോൾ അതിനെന്ത് വേണം? ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രോജക്റ്റ് നടപ്പിലാകണമെങ്കിൽ അവർക്ക് ആ മേഖലയിൽ അവരെ എതിരിടാൻ ശേഷിയുള്ള എല്ലാവരെയും നിഷ്പ്രഭമാക്കണം, ഇല്ലാതാക്കണം. അപ്പോൾ അതിൽ ഇപ്പോൾ ഇറാഖ് ആ നിലക്ക് ഇസ്രായേലിനോട് എതിരിടാൻ ശേഷിയുള്ളൊരു രാജ്യമായിരുന്നു. അതിനെ 91 തകർത്തു. നമുക്കറിയാം, അത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഖ്യാനം സൃഷ്ടിക്കുന്നു. വലിയ തോതിൽ ലോകതലത്തിൽ അത് ക്യാമ്പയിൻ നടക്കുന്നു. കോളിൻ പവൽ എന്ന് പറയുന്ന അന്നത്തെ US-ൻ്റെ സെക്രട്ടറി തന്നെ ഈ ഐക്യരാഷ്ട്രസഭയിൽ ഒരു വയലുമായിട്ടൊരു ചെറിയ കുപ്പിയുമായിട്ട് വരികയാണ്. അതിനകത്ത് ഈ ഇറാഖിൻ്റെ രാസായുധത്തിൻ്റെ സാമ്പിളാണിതെന്ന് പറഞ്ഞിട്ട് പുള്ളി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് മനസ്സിലായത് അത് നുണയായിരുന്നു, സമ്പൂർണ്ണമായ നുണയായിരുന്നു. ഈ WMD എന്ന് പറയുന്നത്, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നുണയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു. അങ്ങനെയാണ് വലിയ തോതിൽ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ബ്രിട്ടനിലുണ്ടായപ്പോൾ ബ്രിട്ടൻകാർ ഈ യുദ്ധത്തിൽ പങ്കാളിയായിട്ടുള്ള അവരുടെ അന്ന് ടോണി ബ്ലെയറിനെ വിളിച്ചത് ടോണി ലയർ എന്നാണ്. ടോണി ലയർ എന്ന ഒരു പേര് തന്നെ ടോണി ബ്ലെയറിന് വരാൻ കാരണം ഈ WMDയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നൊരു കക്ഷി പുള്ളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഖ്യാനം സൃഷ്ടിച്ച് ഇറാഖിനെ തകർത്തു. അത് ഇസ്രായേലിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1991 ഈ ഇറാഖിനെ ആക്രമിക്കാൻ അങ്ങനെ ഒരു ആഖ്യാന നിർമ്മിതിയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ ആക്രമിക്കാൻ അങ്ങനെ ഒരു ആഖ്യാന നിർമ്മിതിയുടെ ആവശ്യം പോലും ഇല്ല. നമുക്ക് നേരെ അങ്ങ് പോയി ആക്രമിച്ചേക്കാം. അതുതന്നെ നമ്മളറിയണം, ഇറാനുമായി അമേരിക്ക ഒരു ഡിസ്കഷൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണം നടക്കുന്നത്. അപ്പം ധാർമ്മികമായോ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ നിയമപരമായോ എന്തെങ്കിലും ഒരു പിൻബലമുള്ള ഒരു സംഗതിയല്ല, തീർത്തും ഏകപക്ഷീയമായ ഒരു ഇസ്രായേലിൻ്റെ സാമ്രാജ്യത്വ മോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു കുടിലമായ ചെയ്തി എന്നതിലപ്പുറം ഒരു വ്യാഖ്യാനം ഇതിനകത്തില്ല.